പ്രവാസികൾക്കും വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കും വലിയ ആശ്വാസം നൽകുന്ന ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശ യാത്രാ ചെലവുകൾ കുറയുന്നു എന്നതാണ് ഈ ബജറ്റിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത. വിദേശ ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂട്ടി നൽകേണ്ട നികുതിയായ TCS അഥവാ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് സർക്കാർ കുത്തനെ കുറച്ചിട്ടുണ്ട്. നിലവിൽ ഇത് 5% മുതൽ 20% വരെയായിരുന്നു. ഇത് ഇനി മുതൽ വെറും 2% മാത്രമായിരിക്കും. ഇതിന് കുറഞ്ഞ തുകയുടെ പരിധി, അതായത് മിനിമം എമൗണ്ട് കണ്ടീഷൻ ഉണ്ടാകില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് വിദേശ യാത്രകൾക്ക് ഇനി വലിയൊരു തുക ടാക്സായി മുൻകൂട്ടി നൽകേണ്ടതില്ല. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചികിത്സ തേടുന്നവർക്കും ബജറ്റിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ നൽകേണ്ട TCS 5% നിന്നും 2% കുറച്ചു. ഇത് വിദേശത്ത് പഠിക്കുന്ന കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാകും. പ്രവാസികൾ ഇന്ത്യയിൽ വസ്തുവകകൾ വിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന നൂലാമാലകളും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മുതൽ പ്രവാസികളിൽ നിന്ന് വസ്തു വാങ്ങുന്ന വ്യക്തിക്ക് പാൻ കാർഡ് ഉപയോഗിച്ച് തന്നെ TDS അടയ്ക്കാവുന്നതാണ്. ഇതിനായി പ്രത്യേക ടാൻ എടുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ വിദേശത്തുള്ള ചെറിയ നിക്ഷേപങ്ങൾ, അതായത് 20 ലക്ഷം രൂപയിൽ താഴെയുള്ള വസ്തുവകകളല്ലാത്ത ആസ്തികൾ വെളിപ്പെടുത്താത്തവർക്ക് ശിക്ഷാ നടപടികളിൽ നിന്ന് ഇളവ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് 2024 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമെന്നാണ് ബജറ്റിൽ അറിയിച്ചിരിക്കുന്നത്. ബജറ്റിൽ വിദേശത്ത് ആസ്തികളുള്ള ചെറുകിട നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാനമായ നിയമ ഭേദഗതിയാണിത്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളോ ഓഹരികളോ അറിയാതെ വെളിപ്പെടുത്താൻ വിട്ടുപോയവർക്കും ഇനി മുതൽ വലിയ ശിക്ഷാ നടപടികളിൽ നിന്ന് സർക്കാർ ഇളവ് നൽകും. ബ്ലാക്ക് മണി ആക്ട് പ്രകാരം വിദേശത്തുള്ള ആസ്തികൾ കൃത്യമായി വെളിപ്പെടുത്താത്തത് വലിയ കുറ്റമായാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം 20 ലക്ഷം രൂപയിൽ താഴെ മൊത്തം മൂല്യമുള്ള നോൺ ഇമ്മൂവബിൾ വിദേശ ആസ്തികൾ, ഉദാഹരണത്തിന് വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ, ഓഹരികൾ, ESOPs തുടങ്ങിയവ വെളിപ്പെടുത്താൻ വിട്ടുപോയാൽ അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉണ്ടാകില്ല എന്നതാണ് പുതിയ നിയമം. ഈ ആനുകൂല്യത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. വിദേശത്ത് ജോലി ചെയ്ത് തിരികെ വന്നവർക്കും വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നതിനാൽ അവിടുത്തെ ഓഹരികൾ ലഭിച്ച IT പ്രൊഫഷണലുകൾക്കും ഈ മാറ്റം വലിയ ആശ്വാസമാണ്. ഓർക്കുക, വിദേശത്ത് വീടോ സ്ഥലമോ ഈ ഇളവിൽ ഉൾപ്പെടുന്നില്ല. 20 ലക്ഷത്തിന് മുകളിലുള്ള ആസ്തികൾക്കും കർശനമായ നിയമങ്ങൾ തന്നെ തുടരും. ചെറിയ പിഴവുകൾ വരുത്തുന്നവരെ ശിക്ഷിക്കുന്നതിനേക്കാൾ വൻതോതിൽ ബ്ലാക്ക് മണി വെളുപ്പിക്കുന്നവരെ പിടികൂടാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറിയ തുകയുടെ നിക്ഷേപം ഉള്ളവർക്ക് ഇത് വലിയൊരു ഇമ്മ്യൂണിറ്റി നൽകുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധം, റെയിൽവേ, ടെക്സ്റ്റൈൽ മേഖലകൾക്ക് പിന്നാലെ സാധാരണക്കാരെയും പ്രവാസികളെയും ഒരുപോലെ പരിഗണിക്കുന്ന നിർണായക നീക്കങ്ങളാണ് ഈ ബജറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.